പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ മക്കളിതാ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾ ആശ്രയം വെക്കുന്നത് അമ്മയിലാണ്. അമ്മേ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് ആശ്രയമായി സഹായമായി അമ്മ എപ്പോഴും ഞങ്ങളോടൊപ്പം ഇരിക്കണമേ. പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയായി അമ്മ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളെ ഏറ്റെടുക്കണമേ. രോഗക്കിടക്കയിലായിപ്പോയവർക്ക് ആശ്വാസം നൽകി അവരെ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരനുഭവിക്കുന്ന എല്ലാ രോഗപീഠകളിൽ നിന്നും, വേദനകളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും എല്ലാം അമ്മ അവരെ കരകയറ്റണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയ്ക്കിതാ ഞങ്ങൾ നൽകുന്നു. അമ്മേ മാതാവേ, ആ മക്കളെ എല്ലാം ഏറ്റെടുക്കണമേ. അവരുടെ എല്ലാ വേദനകളും എല്ലാ രോഗാവസ്ഥകളും പൂർണ്ണമായി മാറ്റിക്കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഷുഗറിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന എല്ലാ രോഗികളായ മക്കളെയും തൃപ്പാദത്തിങ്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്കെല്ലാവർക്കും പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഈ രോഗത്താൽ ഭാരപ്പെടുന്ന കുഞ്ഞു മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, രോഗികളായ മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരെ എല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരന് സമർപ്പിച്ച് ആ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ശക്തമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോ സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയും ഞങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അമ്മേ മാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, ഓരോ മക്കൾക്കും ആവശ്യമായ സാമ്പത്തികം അമ്മ എത്തിച്ചു കൊടുക്കണമേ. ഒരു കുഞ്ഞു പോലും സാമ്പത്തിക ഞെരുക്കത്തിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. തക്ക സമയത്ത് അമ്മ ഇടപെടണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കടക്കെണിയിൽ അകപ്പെട്ടു പോയവരെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ. ഓരോ മക്കൾക്കും കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അമ്മ തുറന്നു കൊടുക്കണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് അമ്മ പറന്നിറങ്ങണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, അമ്മ ഇടപെടണമേ. ആ മക്കളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്യദേശങ്ങളിലേക്ക് ജോലിക്കായി പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ഉയർച്ചയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തക്ക സമയത്ത് ഇടപെടണമേ. ഓരോ മക്കൾക്കും നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ. ഓരോ മക്കളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊടുക്കണമേ. അവരുടെ കുടുംബങ്ങളിലേക്ക് സാമ്പത്തികം കടന്നു വരുവാനായി തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും പരിശുദ്ധ അമ്മേ അങ്ങ് മാറ്റിത്തരയണമേ. ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അമ്മേ മാതാവേ, ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും മക്കളെയും കൂട്ടുകാരെയും എല്ലാവരെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. ഓരോ മക്കളുമായിരിക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കി, ഓരോ മക്കളുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മേ, ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഈ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ കാണണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ,
ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അമ്മ കാണുന്നുണ്ടല്ലോ. അവരുടെ ആഗ്രഹങ്ങളെ അമ്മ കാണുന്നുണ്ടല്ലോ. അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ അമ്മ കാണുന്നുണ്ടല്ലോ. ഓരോ മക്കളുടെയും ഹൃദയം നുറുങ്ങിയുള്ള വേദനകൾ അമ്മ അറിയുന്നുണ്ടല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ അമ്മ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ സാധിച്ചു തരണമേ. അമ്മയല്ലാതെ മറ്റാരും ഞങ്ങളെ സഹായിപ്പാനില്ല. അമ്മയെ ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് ആശ്രയമായി കൂടെ നിൽക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.